ഹലോ ഹായ്, ഞാൻ ജോൺ ജോ. ഞാനൊരു തിരിച്ചറിവിന്റെ പാതയിലാണ്. അതായത് നമ്മളെ ആൾക്കാർ തിരിച്ചറിയുക എന്ന് പറയുന്ന കാര്യം നമ്മൾ ടി വിയിൽ എത്ര ലൈവായി നിൽക്കണോ അത്ര കാലത്തേക്കുള്ളൂ എന്നുള്ളത്. മുമ്പൊക്കെ എൻ്റെ അടുത്ത് ഒരു സംശയമില്ലാണ്ട് ആൾക്കാർ വന്നിട്ട് ചോദിച്ചിരുന്നു, ജോൺ ജോ അല്ലേ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയില്ലേന്ന്. ഇപ്പൊ ഞാൻ ഒരു ചെറിയ ബ്രേക്ക് എടുത്തപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേട്ടൻ മറ്റേ ഉടൻ പണത്തില്. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ, ഡെയിൻ ഡേവിസ്. ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഡെയിൻ ഡേവിസിനെ ടാഗ് ചെയ്ത് ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്തു. ഇവന് ഡെയിൻ ഡേവിസിനെ അറിയില്ല. പിന്നെ ചിലർക്ക് അറിയാം, നമ്മൾ എവിടെയൊക്കെയോ നമ്മളെ അറിയാം, പക്ഷെ ഏതാ പ്രോഗ്രാം എന്ന് അറിയാനുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ളവരുണ്ടാവും. ഇവർ നമ്മുടെ മുഖത്ത് നോക്കി നിറഞ്ഞൊരു ചിരി ചിരിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഹോട്ടലിൽ കയറി ചെന്നപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇതുപോലെ എൻ്റെ മുഖത്ത് നോക്കി നല്ലൊരു ചിരി. അപ്പൊ ഞാൻ ചേട്ടനെ വല്ലാണ്ട് കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിന്ന്. അപ്പൊ തന്നെ ചേട്ടൻ പറഞ്ഞു, ഇല്ല ചേട്ടാ പൊറോട്ട ചപ്പാത്തി ചിക്കൻ ബിരിയാണി. ആളവിടുത്തെ വെയിറ്ററാന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പണ്ടൊക്കെ കൂട്ടുകാരുടെ കൂടി ഇരുന്ന് കള്ളുപിടിക്കുക എന്ന് പറയുന്നത് വളരെ നേരം പോക്കുള്ള ഒരു പരിപാടിയാണ്. കാരണം ഇവർ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇവന്മാര് കോളേജിൽ പഠിക്കണ വല്ല പെമ്പിള്ളേരെ പറ്റിയോ അല്ലെങ്കിൽ കൂട്ടത്തിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരുത്തന്റെ കുൽസായ്മേനെ പറ്റിയായിരിക്കും പറയുന്നത്. ഇപ്പൊ ഇവന്മാരുടെ കൂടെയുള്ള കള്ളുപിടി എന്ന് പറഞ്ഞാൽ അറു ബോറാണ്. രണ്ടെണ്ണം അടിച്ചാൽ തുടങ്ങും ഷെയർ മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ക്രിപ്റ്റോ കറൻസി, മ്യൂച്വൽ ഫണ്ട്, ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ. കഴിഞ്ഞ ദിവസം ഒരു തന്നെ വിളിച്ചിട്ട് പറയണ്ടായിരുന്നു, അവന്റെ IT കമ്പനി കഴിഞ്ഞ വർഷം ഇത്ര കോടി ഉണ്ടാക്കി, അടുത്ത വർഷം ഇത്ര കോടി ഉണ്ടാക്കും. പിന്നെ അവർ മെയിനായിട്ട് കോമ്പറ്റ് ചെയ്യുന്നത് ഇൻഫോസിസ്, TCS, വിപ്രോ ഒക്കെ ആയിട്ടാണെന്ന്. അതിനുശേഷം ഇവന്റെ ഒരു ചോദ്യം എൻ്റെ അടുത്ത്, ജോൺ നിന്റെ കരിയർ എങ്ങനെ പോകുന്നു? ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം 1-2 ബമ്പർ അടിച്ചു, ഈ വർഷം 1-2 ബമ്പർ അടിക്കായിരിക്കും. പിന്നെ എന്റെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് 4 വയസ്സായ അക്സ ബേബിയും 5 വയസ്സായ മിമ്മൂസാണ്. അക്സ ബേബി ദുബായിക്കും പോയി, മിമ്മൂസിന് ക്ലാസ്സും തുടങ്ങി. ഞാൻ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും എന്റെ സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കിയ എന്റെ അപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പൊന്നു മോനെ എന്തെങ്കിലും പണിക്ക് പോക്കോ അല്ലെങ്കിൽ നീ പട്ടിണി കിടന്ന് ചാവുന്നു. അപ്പോൾ പിന്നെ പ്രായത്രയില്ലേ, ഈ സ്ഥിതിക്ക് ഇനി നിനക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്, അതുകൊണ്ട് ഒരു സ്വയം തൊഴിലായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെയാണ് ഇനി പുതിയതായിട്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ ബെഞ്ചിൽ തന്നെ വിളിച്ചിട്ട് പറയുന്നത്, എടാ ഞാൻ രക്ഷപ്പെട്ടു, നിനക്ക് രക്ഷപ്പെടണമെന്ന്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മുതൽ 9 മണി വരെ ഹൈവേ ബാറിലിരിക്കുമ്പോൾ ഞാനും ഇവനും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം കാലത്ത് 11:45 ഇവനെ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവനോട് ചോദിച്ചു, എടാ നീ എങ്ങനെ രക്ഷപ്പെട്ടെന്ന്. അവൻ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ ആദ്യം വിചാരിച്ച ഒരു ധ്യാന കേന്ദ്രം എന്നാണ്. അവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഒരു ക്ലാസ് ആണെന്ന്, മണി ചെയിൻ ക്ലാസ്. ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഒരു 15 ദിവസം അടയിരുത്തി വിരിയിച്ച കുഞ്ഞുങ്ങളാണ് പിന്നീട് കൂട്ടിട്ട് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ക്ലാസ് എടുക്കാനായിട്ട് ഇറങ്ങുന്നത്. ഇവരുടെ ഒരു 4 സെന്റൻസ് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെയുള്ള നടത്തം, ഇരുത്തം, സംസാരമൊക്കെ ആയിരിക്കും. പിന്നെ എല്ലാ 4 സെന്റൻസ് കഴിയുമ്പോഴും ഇവർ ചോദിക്കും എക്സൈറ്റഡ് അല്ലേന്ന്. അപ്പൊ നമ്മൾ എക്സൈറ്റഡ് ആയിക്കൊള്ളണം. അപ്പോൾ ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ സുമേഷ് സാറിന്റെ ക്ലാസ് നടക്കുകയാണ്. ഈ സുമേഷ് സാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സുമേഷ് സാറിനെ എല്ലാവരും സുമേഷ് സാറിനെ വിളിക്കാം. സുമേഷ് സാറിന്റെ കൂട്ടുകാർ സുമേഷ് സാറിനെ വിളിക്കുക. സുമേഷ് സാറിന്റെ അമ്മ സുമേഷ് സാറിനെ വിളിക്കാം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സുമേഷ് സാറിന്റെ അടുത്തേക്ക് പോയി എന്ന് വിചാരിച്ചോ, അപ്പൊ സുമേഷ് സാർ ചോദിക്കും, പറ മോനെ സുമേഷ് സാർ എന്താ ചെയ്തു തരേണ്ടത്. സുമേഷ് സാർ വരെ സുമേഷ് സാറിനെ വിളിക്കാം. അപ്പൊ സുമേഷ് സാറിന്റെ ക്ലാസ് തുടങ്ങി. 6 മാസം മുമ്പ് ഈ സുമേഷ് സാർ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ഇന്ന് സുമേഷ് സാർ ഈ ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത് BMW 7 സീരീസിലാണ്. എക്സൈറ്റഡ് അല്ലേ എന്ന് സുമേഷ് സാർ ചോദിച്ചു. സുമേഷ് സാർ BMW 7 സീരീസ് എടുത്തതിൽ ആ ഹോളിൽ ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ സുമേഷ് സാറിന്റെ ക്ലാസ് കഴിഞ്ഞു. സുമേഷ് സാറ് അടുത്തതായി ക്ലീറ്റസ് സാറിനെ ഒരു സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ക്ലീറ്റസ് സാർ ഒരു 1/2 മണിക്കൂറായിട്ട് കക്കൂസയുടെ മുന്നിൽ അവസരം കാത്തു നിൽക്കുന്ന ഒരാളുടെ വെപ്രാളത്തോടുകൂടി സ്റ്റേജിലേക്ക് കയറി വന്നോഴി ചോദിച്ചു, എക്സൈറ്റഡ് അല്ലേ എന്ന് ചോദിച്ചു. ആ ഹോളിൽ ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. ക്ലീറ്റസ് സാറിന്റെ ക്ലാസ് തുടങ്ങി. സുഹൃത്തുക്കളെ, 2 മാസം മുമ്പ് എന്റെ അച്ഛൻ ICUല് സീരിയസ് ആയിട്ട് കിടക്ക. എന്റെ പോക്കറ്റിൽ 10 രൂപയുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കാം. ആ സമയത്ത് എന്റെ ഫോണിലൊരു കോള്. ഞാൻ ഫോൺ എടുത്തു. അപ്പുറത്തെ സൈഡിൽ നിന്ന് ക്ലീറ്റസേ, സുമേഷ് സാറേ ഞാൻ ആകെ പിടിവിട്ട് നിൽക്കുക, എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ സുമേഷ് സാർ പറഞ്ഞു, ക്ലീറ്റസേ നീ പേടിക്കണ്ട, നീ ഡയമണ്ടായി, എക്സൈറ്റഡ് അല്ലേ എന്ന് ചോദിച്ചു. ക്ലീറ്റസ് സാർ ഡയമണ്ട് ആയാല് ആ ഹോളിൽ ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. കൂട്ടുകാരൻ ബെഞ്ചിത്തിന്റെ അപ്പന്റെ വാഴകൃഷിയുടെ ലോൺ പാസ്സായതുകൊണ്ടാണോ അതോ ഇവൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണോ എന്നറിയില്ല, ഇവൻ അന്ന് തന്നെ ഈ മണി ചെയിനിൽ ചേർന്നു. പിന്നെ എന്റെ അപ്പന്റെ വാഴകൃഷിയുടെ ലോൺ പാസ്സാവാത്തതുകൊണ്ടും ഞാൻ അത്ര എക്സൈറ്റഡ് അല്ലാത്തതുകൊണ്ടും ഞാൻ ഈ പരിപാടിയിൽ ചേർന്നില്ല. ഞാൻ ബെഞ്ചിത്തിനോട് പറഞ്ഞു, വിടാ നീ BMW മേടിക്കുമ്പോൾ ഒരു 2 റൗണ്ട് ഓടിക്കാൻ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇല്ല ബ്രോ, 2 മാസത്തിൽ ഞാൻ രക്ഷപ്പെട്ടാൽ നിന്നെ ഒരിക്കലും KSRTCയിൽ പോകാൻ സമയക്കില്ല, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞു. എക്സൈറ്റഡ് ആയ ബെഞ്ചിത്ത് വീട്ടിൽ പോയി അപ്പനെ എക്സൈറ്റഡ് ആക്കി. അപ്പൻ ബന്ധുക്കളെല്ലാവരും എക്സൈറ്റഡ് ആക്കി. എല്ലാവരും കൂടി മണി ചെയിനിൽ ചേർന്നു. ഒരു 6 മാസം കഴിഞ്ഞപ്പോ ഡയമണ്ട് ആയ ക്ലീറ്റസിനെ കാണാണ്ടായി. നല്ല ടൈംസിലിരുന്ന ബന്ധുക്കൾ ബെഞ്ചിത്തിനോട് മിണ്ടാണ്ടുപോയി.
അപ്പോഴാണ് ബെഞ്ചിത്ത് വഞ്ചിതനായ വിവരം ബെഞ്ചിത്തിന് മനസ്സിലാവണത്. സംഭവം ഇത് ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ദൈവം ഒരു അവസരം തന്നിട്ടുണ്ടായിരുന്നു. സംഭവം ഈ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി വണ്ടി കാത്തു നിൽക്കായിരുന്നു. അപ്പോഴാണ് 6 മാസം മുമ്പ് ഓട്ടോ ഡ്രൈവർ ആയിരുന്ന സുമേഷ് സാർ BMW 7 സീരീസിൽ ഞങ്ങളുടെ മുന്നിൽ കൂടെ വന്നത്. ഞാൻ കൈ കാട്ടിയിട്ട് ചോദിച്ചു, സുമേഷ് സാർ ഒന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കി തരുമെന്ന്. അപ്പൊ തന്നെ സുമേഷ് സാർ പറഞ്ഞു, അതിനെന്താ കേറിക്കോ, മീറ്റർ കാശ് തന്നാൽ മതിയെന്ന്. 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു BMW വാടകയ്ക്ക് കിട്ടും എന്നുള്ള നഗ്ന സത്യം ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. എന്തായാലും ഞാനും ബെഞ്ചിത്ത് ഇപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ 2 പേരും കൂടി ഷെയർ ചെയ്തിട്ട് ഈ വർഷത്തെ ക്രിസ്മസ് ബമ്പർ എടുത്തിട്ടുണ്ട്. അത് ഈ 19 നറുക്കെടുത്തിട്ട് ഞങ്ങൾ അടിക്കുകയാണെങ്കിൽ സുമേഷ് സാറിനെ ഒന്ന് വിളിക്കും. എന്നിട്ട് പറയും, സുമേഷ് അല്ലേ, ജോൺ സാറാണ്, എക്സൈറ്റഡ് അല്ലേ എന്നൊന്ന് ചോദിക്കണം.